അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഇലക്ട്രീഷ്യൻ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ 4th മൊഡ്യൂളായ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ് എന്ന് പറയുന്ന സെക്ഷനിലാണ്. ഈ സെക്ഷനിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്സും ഉണ്ട്, എർത്തിങ്സും ഉണ്ട്, ടൈപ്സ് ഓഫ് എർത്തിങ്സും ഉണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന പോർഷൻ ആയിരിക്കും ഇന്ന് നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള മോഡൽസും ആണ് ഇതിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കനോട്ട് ബി മെഷേർഡ് ബൈ DC അമ്മീറ്റർ. DC അമ്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോർമലി അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ കാര്യം എന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ള പോയിന്റ്സ് ആണ് ഇപ്പോഴത്തെ കേരള PSCയുടെ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താണ്. ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ആൻസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആൻസർ കിട്ടും, പക്ഷെ ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ വരും. DC അമ്മീറ്റർ ഗെറ്റ് ഡാമേജ്ഡ്, കറക്റ്റ് കാര്യമാണ്. അല്ലെങ്കിൽ എന്താണ്, ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് 0. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ഓപ്ഷനിലിട്ട് നമുക്ക് വരാം. AC cannot pass through DC ammeter. AC changes directions periodically. None of the above. അപ്പൊ ഈ 4 ഓപ്ഷൻസ് വായിച്ചപ്പോഴും 4 നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നാം. DC അമ്മീറ്റർ ഗെറ്റ് ഡാമേജ്ഡ് ആണ്, അതൊരു കാര്യമാണ്. ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് 0. എന്തിന്റെ? AC-യുടെ കംപ്ലീറ്റ് സൈക്കിൾ 0 ആണ്, അതൊരു പോയിന്റ് ആണ്. AC cannot pass through DC ammeter. അത് തന്നെയാണ് ക്വസ്റ്റ്യനിലെ ഒരു ഇത് തന്നെയാണ് ഒരു ഓപ്ഷൻ കിട്ടിയിരിക്കുന്നു. AC changes directions periodically. അപ്പൊ ഈ ഓപ്ഷൻസ് എല്ലാം ഒരു AC-യെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആണ്. പക്ഷെ DC അമ്മീറ്റർ എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് പറയുന്നതിന്റെ കാര്യം, DC അമ്മീറ്റർ ഡാമേജ് ആവുന്നു, അല്ലെങ്കിൽ DC അമ്മീറ്റർ എന്തുകൊണ്ട് അത് മെഷർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് 0. അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ആവറേജ്, അതായത് നമുക്കറിയാം ഒരു പീരീഡ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു സൈക്കിളിന്റെ ഒരു പീരീഡ്, ഒരു സൈക്കിൾ, ഒരു പീരീഡ്. അപ്പോൾ ഒരു പീരീഡിന്റെ ഈ ഒരു പോർഷനും ഉണ്ട്, ദെൻ ഈ ഒരു പോർഷനും ഉണ്ട്. അപ്പൊ രണ്ടിന്റെയും സമ്മായിട്ടാണ് ഒരു മെഷീനിൽ കൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതെന്താ ഒരു DC കോയിലിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരേ സമയം 2 സൈക്കിൾസ്, അല്ലെങ്കിൽ ഹാഫ് പീരീഡ് ഒരു സൈക്കിൾ, അടുത്ത പീരീഡ് വരുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കോയിലിന്റെ വൈബ്രേഷൻ, അല്ലെങ്കിൽ കോയിൽ ഉണ്ടാവുന്ന ടോർക്കാണ് അവിടെ എന്താക്കുന്നത്, DC അമ്മീറ്ററിന്റെ മെഷർമെന്റ് കാണിക്കുന്നത്. സോ അവിടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഒരു സമയം ഒരു ടോർക്ക് വൺ സൈഡിലോട്ട് പോകും, ഒരു പോസിറ്റീവ് ടോർക്ക് പോകുമെങ്കിൽ അടുത്ത സമയം എന്താവും, അടുത്ത സമയം ഒരു നെഗറ്റീവ് ടോർക്ക് വരും. അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ടോർക്ക് ഒരേ സൈക്കിളിൽ വരുമ്പോൾ അതിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നതുകൊണ്ട് എന്ത് പറ്റും, കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ആവുന്നതുകൊണ്ട് ആവറേജ് വാല്യൂ ഓഫ് ദ ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ടോർക്കിന്റെ ആവറേജ് വാല്യൂ 0 ടോർക്കിന്റെ ആവറേജ് വാല്യൂ 0 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നമ്മുടെ ഓപ്ഷൻ ടോർക്ക് ഉണ്ടാക്കാൻ കാരണമായ കാര്യം അതാ കറണ്ടാണ്. അപ്പൊ കറണ്ടിന്റെ ഓപ്ഷൻ ഉണ്ട്, ദ ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ഓഫ് കംപ്ലീറ്റ് സൈക്കിൾ ഈസ് 0. സോ നമ്മുടെ ഓപ്ഷൻ 3 ആണ് അതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടപ്പോൾ നമുക്കറിയാം ഈ പോയിന്റുകളെല്ലാം ശരിയായിട്ടുള്ള പോയിന്റുകളാണ്, നമുക്ക് വായിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു, പക്ഷെ കറക്റ്റ് കോർ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. ടോർക്കാണ് അതിൽ 0. അപ്പൊ ടോർക്ക് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞു വന്നാൽ ടോർക്ക് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പീക്ക് വാല്യൂ ഓഫ് എൻ AC ഈസ് 2 √amps. ഇറ്റ്സ് വാല്യൂ വിൽ ബി. ഈ ക്വസ്റ്റ്യൻസ് നമ്മളിത് കാണുമ്പോൾ ചെറുതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. 2022-23 റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. കാര്യം പീക്ക് വാല്യൂ, RMS വാല്യൂ, ദെൻ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആംപ്ലിറ്റ്യൂഡ് വാല്യൂ, അപ്പോൾ റിയൽ വാല്യൂ, അങ്ങനെയൊക്കെ പേരുകൾ മാറ്റി മാറ്റി അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. സോ പീക്ക് വാല്യൂ ഓഫ് എൻ AC ഈസ് 2 √amps എന്ന് പറഞ്ഞാൽ പീക്ക്, അതായത് ഈ ഒരു പീക്ക് ഇടം തൊട്ടുള്ള പീക്ക് വാല്യൂ 2 √amps. Then its RMS value will be, RMS value നിങ്ങൾക്ക് അറിയാം. RMS value എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഒരു VM/√2. സോ VM തന്നിട്ടുണ്ട് /√2 എത്രയാ, 2 amps. ഈ ക്വസ്റ്റ്യൻസ് ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അടുത്ത ഓപ്ഷനിലോട്ട് പോകാനുള്ള ചാൻസുകളൊക്കെ വളരെ കൂടുതലാണ്. *√2 അടിച്ചാൽ 4 amps ഉണ്ട്, നമ്മൾ കറക്കും. ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി നമ്മൾ കുറേ ക്വസ്റ്റ്യന്റെ ഇടയ്ക്കൊക്കെ ഇത് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശരിയെന്ന് വെച്ചാൽ ചെയ്യും. അതുകൊണ്ട് പീക്ക് വാല്യൂ, RMS, ആംപ്ലിറ്റ്യൂഡ് വാല്യൂ, അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കുക. ചെയ്ത് നോക്കി ഓപ്ഷനിൽ കറക്റ്റ് ഉള്ളത് തന്നെ നോക്കി ആ ക്വസ്റ്റ്യനുമായിട്ട് മാച്ച് ചെയ്ത് തന്നെ എഴുതി പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ DC voltmeter is capable of measuring maximum of 300 volts if it is used to measure the voltage across a device operating at a 220 volt AC supply.
അതായത് എന്താ, ഒരു DC വോൾട്ട്മീറ്റർ ഉണ്ട്, 300 വോൾട്ട് വരെ മെഷർ ചെയ്യാം. അത് 220 വോൾട്ട് AC സപ്ലൈയിൽ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. റീഡിംഗ് ഓഫ് ദ വോൾട്ട് മീറ്റർ വിൽ ബി, ഒരു വോൾട്ട് മീറ്ററിന്റെ റീഡിംഗ് എന്താണെന്നാണ് ചോദ്യത്തിന്റെ ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻ. അപ്പോൾ വോൾട്ട് മീറ്ററിന്റെ റീഡിംഗ് എന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. DC വോൾട്ട് മീറ്റർ ആണ് AC സപ്ലൈ. അപ്പോൾ ഒരിക്കലും നമ്മൾ എഴുതി DC ആണ്, അപ്പോൾ 220 AC ആയിരിക്കും, അപ്പോൾ എന്തായാലും ഒരു ആവറേജ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുമായിരിക്കും, 220/2 അടിക്കാം, 110 അടിക്കാമെന്നായിരിക്കും. തെറ്റാണ്. എന്താ കാര്യം, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. DC മെഷർ ചെയ്യിക്കാനായിട്ട് AC കൊണ്ട് വയ്ക്കുന്ന സമയത്ത് എന്ത് പറ്റും, DC വോൾട്ട് മീറ്ററിൽ AC മെഷർ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ടോർക്കിന്റെ അവിടെയും കറണ്ട് കാരണം ഉണ്ടായ ടോർക്ക് എന്താണ്, വോൾട്ടേജ് കൊടുത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ വോൾട്ടേജ് കാരണം ഉണ്ടാകുന്ന ആ ടോർക്ക് എന്ത് ചെയ്യും, ടോർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമായി സം 0 ആവും. സോ ഒരു റീഡിങ്ങും പറ്റില്ല. വോൾട്ട് മീറ്ററിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് 0. ഈ ടേമുകൾ നോക്കുക, AC DC എന്നൊക്കെ കണ്ടാൽ ശ്രദ്ധിച്ച് മാത്രം ഉത്തരത്തിലോട്ട് പോകാം. ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് അപ്പൊ ഞാൻ ഈ 2 ക്വസ്റ്റ്യൻ ഇട്ടതിന്റെ കാര്യം, DC വോൾട്ട് മീറ്റർ AC മെഷർ ചെയ്യുമോ, അല്ലെങ്കിൽ AC കറണ്ട് എന്തുകൊണ്ട് മെഷർ ചെയ്യുമോ, അങ്ങനെയുള്ള 2 ക്വസ്റ്റ്യൻസ് ഈ ഏരിയ എന്നുള്ള ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. കാര്യം വാല്യൂസ് വെച്ച് വരുമ്പോൾ നമ്മൾ മാത്സിലെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് എഴുതി തുടങ്ങരുത്. അപ്പൊ അത് വായിക്കുന്നതിലുള്ള കൺഫ്യൂഷൻ അവർ നമ്മളെ കുഴപ്പിക്കാനായിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, AC ജനറേറ്റർ. ഇത് ജനറേറ്ററിന്റെ പോർഷനിലാണ്, പക്ഷേ ഓൾട്ടർനേറ്റിംഗ് എന്നുള്ള സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്ന ആ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയുന്ന രീതിയിലാണ് അത് കിടക്കുന്നത്. സോ AC generator, a coil with n turns, all of the same area A, total resistance R, rotates with the frequency omega in a magnetic field B, the maximum value of EMF generated in the coil. ക്വസ്റ്റ്യനിലെ പ്രശ്നം ഈ ക്വസ്റ്റ്യനിലെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനിൽ കുറെ ടേമുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എല്ലാം കൂടെ വെച്ചൊരു ഉത്തരവും എഴുതാമെന്ന്. കാര്യം ടോട്ടൽ റെസിസ്റ്റൻസ് ആറിന് അവിടെ മാക്സിമം വാല്യൂ ഓഫ് EMF ആയിട്ട് ബന്ധമൊന്നും വരുന്നില്ല സത്യത്തിൽ. വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ വരുന്ന സമയത്തായിരിക്കും ആറിന് കയറി അവിടെ ബന്ധം വരുന്നത്, അല്ലെങ്കിൽ ബ്രഷ് ഡ്രോപ്സ് ഒക്കെ വരുന്ന സമയത്ത്. ഒരു AC ജനറേറ്ററിന്റെ നോർമലി ഒരു EMF ജനറേറ്ററിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ ഇറ്റ്സ് ടേണിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയ ഓഫ് കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യും, ദെൻ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യും. സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. കൺഫ്യൂസിങ്ങിന് വേണ്ടി ഒരു 6 എന്നൊരു ടേം തന്നിട്ടുണ്ട്. സോ 6 ഉള്ള ടേമുകൾ പിക്ക് ചെയ്ത് ഒറ്റ ഉത്തരവായിട്ട് എഴുതരുത്. നമ്മൾ എപ്പോഴും ഒരു ജനറേറ്ററിന്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ACയുടെ കേസിൽ വരുമ്പോൾ അതിന്റെ സ്പീഡ് ഓഫ് റൊട്ടേഷനും നമ്പർ ഓഫ് ടേൺസും മാഗ്നറ്റിക് ഫീൽഡ് എത്ര കൊടുക്കുന്നു എന്നുള്ള ടേമുകളെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് ക്വസ്റ്റ്യൻ്റെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലായിട്ടാണ് വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിപ്ലോമ ലെവലായാലും IT ലെവലിലുള്ള എക്സാമുകളായാലും ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒക്കെ അവർ മാറ്റുന്നുണ്ട്. പ്രോബ്ലംസ് കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ചെയ്യാനുള്ള കുറച്ച് ക്ഷമയെടുത്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യനും അതേ രീതിയിലുള്ളതാണ്, ACയിലുള്ളതാണ്, പക്ഷെ കുറച്ച് നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? എ സർക്യൂട്ട് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ് ഓഫ് EMF E0 sin omega t, അല്ലെങ്കിൽ E0 sin 100t. ഇത് E0 ആണ്. E0 sin omega t or E0 sin 100t with t സെക്കൻഡ്സിലാണ്. ഫേസ് ഡിഫറൻസ് തന്നിട്ടുണ്ട് എത്രയാ, π/4 ബിറ്റ്വീൻ EMF E ആൻഡ് കറണ്ട് I. വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് വിൽ എക്സിബിറ്റ് ദിസ്? ക്വസ്റ്റ്യന്റെ അർത്ഥം എന്താ, ഒരു AC സോഴ്സ് കൊടുക്കുന്ന ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിന്റെ സോഴ്സിന്റെ വാല്യൂ എത്രയാ, E0 sin 100t. ഒരു ഫേസ് ഡിഫറൻസ് അവിടെ ഉണ്ട്. ആരുമാരൊക്കെ, EMF ആയും കറണ്ടുമായിട്ട് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. എങ്കിൽ ഇങ്ങനെ വരുന്ന സർക്യൂട്ടിൽ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് കണ്ടീഷൻ ആയിരിക്കും ആപ്ലിക്കബിൾ, അല്ലെങ്കിൽ ഇത് ഏതായിരിക്കും ആ സർക്യൂട്ട് എന്നാണ് ചോദ്യം. RC ആണോ RL ആണോ എന്നുള്ള രീതി. അപ്പൊ 2 സർക്യൂട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്നെങ്കിൽ RC ആയിരിക്കും, അല്ലെങ്കിൽ RL സർക്യൂട്ട് ആയിരിക്കും. സോ ഇതെങ്ങനെയാ ചെയ്യാൻ? ഇത് എളുപ്പം ചെയ്യാനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എളുപ്പവും ചെയ്യാം, സമയമെടുത്തും ചെയ്യാം. സമയമെടുത്ത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് തന്നിട്ടുണ്ട് π/4 ആണ് അതിന്റെ ഫേസ് ഡിഫറൻസ്. അതായത് ഇയും വേഴ്സസ് ഇയും ഐയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/4 തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ എഴുതിയിട്ട് ഇക്കും ഐക്കും ഉള്ള ഇക്വേഷനിൽ എന്ത് ചെയ്യും, ടാൻ ഫൈ ചെയ്യും. ടാൻ ഫൈ ചെയ്തിട്ട് ഓരോ സർക്യൂട്ടും, അതായത് RC സർക്യൂട്ടിന്റെ ടാൻ ഫൈ, RL സർക്യൂട്ടിന്റെ ടാൻ ഫൈ ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം,
ഫൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് അപ്പൊ ഓരോ ആറും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടാൻ ഫൈ, ഇവിടെ എത്ര ടാൻ ഫൈ? ടാൻ പൈ ബൈ 4, അതായത് 1. അപ്പോൾ 1 കിട്ടുന്ന സർക്യൂട്ട് ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം, എല്ലാ വാല്യൂസും ഇട്ടിട്ട്, ഓരോ വാല്യൂവും ഇട്ടിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എളുപ്പം നമ്മൾ ചെയ്യും. അത് നമ്മൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുന്നവർക്കുള്ളത്. നമ്മുടെ ഉദ്ദേശം എന്താ? എളുപ്പം ചെയ്യുക എന്നുള്ളതാണ്. എളുപ്പം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യന്റെ അർത്ഥം പൈ ബൈ 4 ഫേസ് ഡിഫറൻസ് വരണം ഇയും ഐയും തമ്മിലുള്ള ഇതില്. അടുത്ത് നമുക്ക് അതിനായിട്ട് അവർ തന്നിട്ടുണ്ട് എന്ത്? സൈൻ ഒമേഗ ടി. അപ്പൊ ഒമേഗയുടെ വാല്യൂ നമുക്കറിയാം 100 ആണ്. സോ ഒമേഗയുടെ വാല്യൂ 100 ടി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം, ഫൈ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒരു പവർ ട്രയാങ്കിൾ എന്നാണ് ഇതിന് പറയുന്ന, അല്ലെങ്കിൽ ഇംപിഡൻസ് ട്രയാങ്കിൾ. അപ്പൊ സെഡ്, എക്സ്, പിന്നെന്തുണ്ട്? ഒരു ആർ ഉണ്ട്. അപ്പൊ 6 x z ചേർന്നതാണ് ഒരു പവർ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു നമുക്ക് കണ്ട് ഒരു ആർ സി സർക്യൂട്ടും ഒരു ആർ എൽ സർക്യൂട്ടും ഉണ്ട്. ഒരു ആർ സി സർക്യൂട്ടിലാണെങ്കിൽ എന്തായിരിക്കും? ആർ സി സർക്യൂട്ടിൽ ടാൻ ഫൈ എന്ന് പറയുന്നത് ടാൻ ഫൈ എന്താ? ടാൻ ഫൈ എക്സ് ബൈ ആർ. ഒരു ആർ സി സർക്യൂട്ട് ആയാലും ആർ എൽ സർക്യൂട്ട് ആയാലും ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബൈ ആർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? എക്സ് എൽ ബൈ ആർ ചെയ്യാം. കാര്യം എല്ലിന്റെ സർക്യൂട്ടും ഉണ്ട്, സിയുടെ സർക്യൂട്ടാണ് ഉള്ളത്. ആർ രണ്ടിലും കോമൺ ആണ്. സോ എക്സ് എൽ ബൈ ആറും വരാം, അല്ലെങ്കിൽ അടുത്ത് എന്താ ചാൻസ് വരുന്നത്? എക്സ് സി ബൈ ആർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ടാണ് വരുന്നത്. ഇപ്പൊ എക്സ് എൽ ബൈ ആർ വന്നാൽ എന്താ ചെയ്യുന്നത്? എക്സ് എൽ ബൈ ആർ വന്നാലും എക്സ് സി ബൈ ആർ വന്നാലും ടാൻ ഫൈയുടെ വാല്യൂന് എന്തില്ല? ഒരു മാറ്റവും ഇല്ല. സോ എന്തെന്ന് എഴുതാം? എക്സ് എൽ ബൈ ആർ, അല്ലെങ്കിൽ എക്സ് എൽ ബൈ ആർ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? എക്സ് എൽ ബൈ ആർ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമ്മൾ എളുപ്പം നമ്മൾ പോയി എക്സ് എൽ ബൈ ആർ ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതി. അപ്പൊ എക്സ് എല്ലും ആറും ഈക്വൽ ആണെന്ന് കിട്ടി. എക്സ് എല്ലും ആറും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. എക്സ് എല്ലും ആറും ഈക്വൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എൽ ഒമേഗയും ആറും ഈക്വലാണ്. എൽ ഒമേഗയും ആറും ഈക്വൽ ആണ്. എൽ ഒമേഗയും ആറും ഈക്വൽ ആണ്. അപ്പൊ ഒമേഗയുടെ വാല്യൂ 100 എന്ന് തന്നിട്ടുണ്ട്. ഒമേഗയുടെ വാല്യൂ 100 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ ആർ ബൈ 100. ആർ ബൈ 100. എൽ ഇസിക്വൽ ടു ആർ ബൈ 100. ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, എല്ലാത്തിന്റെ ആർ എന്ന് പറയുന്നത് സെയിം ആണ്, 1 കിലോ ഓം ആണ്. അതാണ് ഈ ഓപ്ഷനിലുള്ള ഒരു നമുക്ക് കിട്ടിയ ഒരു സൂചന. നോക്കിയേ, എല്ലാ ആറും 1. സോ എല്ലിന്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. എത്രയാ? 1 ബൈ, അല്ലെങ്കിൽ 1 കിലോ ഓം ബൈ 100. 1 കിലോ ഓം ബൈ 100 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? അതായത് 1000 ബൈ 100, വിച്ച് മീൻസ് 10 ഹെൻറി. എല്ലിന്റെ വാല്യൂ 10 ഹെൻറി കിട്ടി. എല്ലിന്റെ വാല്യൂ 10 ഹെൻറി ഉള്ള ഓപ്ഷൻസ് നോക്കുക. എല്ലിന്റെ വാല്യൂ 10 ഹെൻറി ഉള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. സോ എല്ലിന്റെ വാല്യൂ 10 ഹെൻറി ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം ആർ 1ഉം എല്ല് 10ഉം ആയ സർക്യൂട്ട് ആയിരിക്കും ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ചാൻസ് ഈ ഓപ്ഷനിൽ ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു സർക്യൂട്ട് വന്നാൽ ഇതിന്റെ ഫേസ് ഡിഫറൻസ് പൈ ബൈ 4 ആണ്. സോ നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ ഒരു സർക്യൂട്ടിനെ പറ്റി ഒരു മെൻഷൻ ചെയ്യുന്നില്ല. സോ ആ ഓപ്ഷൻ അല്ല. സോ ഒബിയസ്ലി അടുത്ത ഓപ്ഷൻ ഇട്ട് പോകും. ഏതാണ്? സിയുടെ ഓപ്ഷൻ ഇട്ട് പോകും. അതായത് എക്സ് സി ബൈ ആർ എന്നുള്ള ഓപ്ഷനിൽ പോകുക. എക്സ് സി ബൈ ആറിൽ കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നത്? എക്സ് സി ബൈ ആർ എന്ന് പറഞ്ഞാൽ 1 ബൈ സി ഒമേഗയാണ്. 1 ബൈ സി ഒമേഗ ആർ. 1 ബൈ സി ഒമേഗ 1 ബൈ സി ഒമേഗ ആർ ആർക്ക് ഈക്വൽ ആണ്? അപ്പോൾ 1ന് ഈക്വൽ ആണ്. അപ്പോൾ 1 ബൈ സി ഒമേഗ ആർ 1ന് ഈക്വൽ ആണെങ്കിൽ 1 ബൈ 100 ഇൻറ്റു 1 കിലോ ഓം. 1 ബൈ 100 ഇൻറ്റു 1 കിലോ ഓം. ഒമേഗ 100 തന്നെയാണ്. ആർ എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആണ്, 1 കിലോ ഓം. അപ്പൊ 1000 ഇൻറ്റു 100. അപ്പൊ എത്ര പൂജ്യമായി? 1 ബൈ 10 റൈസ് ടു, സിക്ക് ഓൾറെഡി നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ 1 ബൈ ഒമേഗയ്ക്ക് 100 ഉണ്ട്, ആറിന് 1 കിലോ ഓം ഉണ്ട്. സോ 1 ബൈ 10 റൈസ് ടു 5. അതാണ് 1 ബൈ സി ഇൻറ്റു 10 റൈസ് ടു 5. സോ സീങ് ഇപ്പുറം പോകും. സീങ് ഇപ്പുറം പോകുമ്പോൾ എന്താവും? സി ഈസ് ഈക്വൽ ടു 1 ബൈ 10 റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ബൈ 10 റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ 10 റൈസ് ടു മൈനസ് 5. 10 റൈസ് ടു മൈനസ് 5 എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തില്ല. പകരം എന്തുണ്ട്? ഒരു 10 കൂടെ ആഡ് ചെയ്താൽ, ഒരു 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും?
10 ഇൻറ്റു ചെയ്യുക 10 ഡിവൈഡ് 10 മൈക്രോ കിട്ടും. സോ R 1 കിലോ ഓമും C 10 മൈക്രോ ഫാരഡ് ഉള്ള ഓപ്ഷൻ നോക്കുക. ഇതാ ഓപ്ഷൻ. നമ്മൾ പറഞ്ഞുകൊണ്ട് ഇത്രയും സ്ലോ ആയിട്ട് പറഞ്ഞത്. ചെയ്യുമ്പോൾ നമ്മൾ എളുപ്പം ചെയ്യേണ്ടതാണ്. ഇതിട്ട് നോക്കുക, ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അടുത്ത ഉറപ്പായിട്ട് സിയുടെ ഓപ്ഷനിലോട്ട് പോവുക, നോക്കുക. സോ R 1 കിലോ ഓമും C 10 മൈക്രോ ഫാരഡും വരുന്ന സർക്യൂട്ട് ആയിരിക്കും നമ്മുടെ ഈ കണ്ടീഷൻ എക്സിബിറ്റ് ചെയ്യുന്ന സർക്യൂട്ട്. ഓൾറെഡി R 1 കിലോ ഓമും L 10 ഹെൻറിയും വരുന്ന സർക്യൂട്ടും ഈ സർക്യൂട്ടിന് 5/4 ഡിഫറൻസ് വരും. കാര്യം എന്താ, ഒരു RL സർക്യൂട്ടോ RC സർക്യൂട്ടിലോ ആയിരിക്കും എപ്പോഴും എന്ത് വരുന്നത്, ഫേസ് ഡിഫറൻസ് വരുന്നത്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഒരിക്കലും ഫേസ് ഡിഫറൻസ് ഇല്ല. ഇയും ഐയും തമ്മിൽ ലാഗ് ആണോ ലീഡ് ആണോ എന്നും കൂടെ അവർ തന്നിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പമായേനെ. ലീഡ് ആണോ ലാഗ് ആണോ സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് RCയും എളുപ്പം പറയാം. പക്ഷെ ഇവിടെ ലീഡ് ലാഗ് എന്ന് പറയുന്ന കണ്ടീഷൻ പറയാതെ വെറും ഫേസ് ഡിഫറൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കണ്ടീഷനും ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. സോ ഇതൊരു അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ജെഇക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ജെഇ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In an AC circuit, the instantaneous EMF and current is given by 100 sin 30t. I is equal to, current is equal to 20 sin 30t minus 5/4. In one cycle of AC, അതായത് ഒരു സൈക്കിൾ ഓഫ് എ സിയിൽ, അതായത് ഒരു ടൈം പോകുമ്പോൾ, ഒരു പീരീഡ് പോകുമ്പോൾ ഉണ്ടാകുന്ന ആവറേജ് പവർ കൺസ്യൂം ചെയ്ത സർക്യൂട്ട് വാട്ട്ലെസ് കറണ്ടും ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് അവർ ചോദിക്കാം, പക്ഷെ ഈ ക്വസ്റ്റ്യൻ നോക്കിയത് രണ്ടും നമുക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ടൊരു എളുപ്പത്തിലാണ്. ചോദിച്ചിരിക്കുന്നത് ആവറേജ് പവർ കൺസ്യൂംഡ് ആണ്. ആവറേജ് പവർ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സൈൻ വേവ് ഒരു എ സി സർക്യൂട്ടിലെ ആവറേജ് പവർ കൺസ്യൂമിന്റെ ഇക്വേഷൻ എന്താ, നിങ്ങൾ പഠിച്ച കാര്യമല്ലേ, അപ്പൊ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്തായിരിക്കും ആവറേജ് പവർ കൺസ്യൂംഡ് ബൈ സർക്യൂട്ട്? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആവറേജ് പവർ കൺസ്യൂംഡ് ബൈ സർക്യൂട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ആവറേജ് പവർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുമ്പോൾ RMS വാല്യൂ ഇട്ട് പറയാൻ നോക്കുക. RMS വാല്യൂ ഇട്ട് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് പറയാം. നമ്മൾ വിയിലും ഐയിലും ഇവിടെ ടേം പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ഇ ഉണ്ട് ഐ ഉണ്ട്, അപ്പൊ രണ്ട് ടേമും വരണം. നമ്മൾ ആവറേജ് പവർ എന്ന് പറയുന്നത് പവർ കൺസ്യൂംഡ് എന്ന് പറയുന്ന സാധനം. പവർ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൺസ്യൂം ചെയ്ത പവർ. അപ്പൊ കൺസ്യൂം ചെയ്യുന്ന പവർ വരുന്ന ഭാഗം ഏതായിരിക്കും? നമ്മുടെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ ഇതിനെയാണ് പവർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ പവർ ട്രയാങ്കിളിന് മൊത്തം 3 പോർഷൻ ഉണ്ട്. ഇതെന്താ, കിലോ വാട്ട്, പിന്നെ ഇതെന്താ KVA, KVAR, ഇതെന്താ, ഇതാണ് നമ്മുടെ പാരന്റ് പവർ. സോ നമ്മൾ കൺസ്യൂം ചെയ്ത പവർ എപ്പോഴും വരുന്ന ഏതിലായിരിക്കും? കിലോ വാട്ട്. അപ്പോൾ ഈ കമ്പോണന്റിലാണ് വരുന്നത്. ഈ വരുന്ന കമ്പോണന്റ് എന്താ പേര്? ഫോസ്ഫൈഡ് കമ്പോണന്റ്. അപ്പോൾ നമ്മുടെ ആവറേജ് പവർ കൺസ്യൂം ചെയ്യുന്നത് എപ്പോഴും വരുന്നത് നോക്കിയോ, വരുന്നത് VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ. ഇതാണ് കോസ് ഫൈ. അല്ലെങ്കിൽ നോർമലായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ. അപ്പൊ കിട്ടുന്ന എന്തായിരിക്കും? പവർ കൺസ്യൂംഡ് ബൈ ദ സർക്യൂട്ട് ആയിരിക്കും. അതായത് വോൾട്ടേജ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് കറണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെന്താണ്, AC സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരു പവർ ഫാക്ടർ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് പവർ കൺസ്യൂംഡ്, ആവറേജ് പവർ കൺസ്യൂംഡ്. സോ ഇതിന്റെ ഉത്തരം എന്താ വരുന്നത്? VRMS വേണം, IRMS വേണം, പിന്നെ കോസ് കമ്പോണന്റ് വേണം. VRMS എന്താ, ഈ തന്നിരിക്കുന്ന എന്താ, VM ആണ്. അപ്പൊ 100/√2 ഇൻറ്റു 20/√2 ഇൻറ്റു കോസ് ഫൈ. 100/√2 ഇൻറ്റു 20/√2 എത്രയാ? 100 ഇൻറ്റു 20/2. 100 ഇൻറ്റു 20/2. 100 ഇൻറ്റു 20/2, 100 ഇൻറ്റു 10 ഇൻറ്റു കോസ് π/4. കോസ് π/4 എന്ന് പറഞ്ഞാൽ 45. കോസ് 45 is equal to 1/√2. അപ്പോൾ 100 ഇൻറ്റു 10 ഇൻറ്റു 1/√2. എന്റെ ആൻസർ ഒന്ന് നോക്കി. 50/√2. ഓക്കെ, 1000/√2. ഓക്കെ, അപ്പൊ 1000/√2 കിട്ടി. അപ്പൊ ഇതിലൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഓപ്ഷൻ തന്നെ പിക്ക് ചെയ്യാം ഫസ്റ്റില്. പക്ഷെ ഈ ഒരു ഇത് നോക്കണ്ടോ, വാട്ട്ലെസ് കറണ്ട്. വാട്ട്ലെസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം ആർക്കെങ്കിലും?
എന്താണ് വാട്ട് ലെസ് കറണ്ട്? ഒബിയസ്ലി വാട്ട് ഉള്ള ഒരു കറണ്ടും ഉണ്ട്, വാട്ട് ലെസ് ഉള്ള ഒരു കറണ്ടും ഉണ്ടെന്ന് മനസ്സിലായി. ഈ ക്വസ്റ്റ്യൻ അതായത് ഈ പറയുന്നത് ഈ ടേമുകൾ തന്നിട്ടാണ് നമ്മൾ കൺഫ്യൂഷൻ ആയത്. നമുക്കറിയാവുന്ന കേസാണ്. സമയം പോകുന്നതുകൊണ്ട് നമുക്ക് പറയാം. വാട്ട് ലെസ് കറണ്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഇല്ലാത്ത, അതായത് ഈ കോസ് ഫൈ കമ്പോണന്റ് ഇല്ലാത്ത കറണ്ട്, വിച്ച് മീൻസ് സൈൻ ഫൈ വരുന്ന കമ്പോണന്റ്. സൈൻ ഫൈ വരുന്ന കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഐന്റെ കൂടെ, അതായത് ഈ ഐ ആർ എം എസിന്റെ കൂടെ സൈൻ ഫൈ ഗുണിച്ച് കിട്ടുന്ന ഉത്തരം. ഐ ആർ എം എസിന്റെ കൂടെ സൈൻ ഫൈ ഗുണിച്ച് കിട്ടുന്ന ഉത്തരമാണ് വാട്ട് ലെസ് കറണ്ട്, അഥവാ ഐ ആർ എം എസ് ഇൻറ്റു സൈൻ ഫൈ. ഇവിടുത്തെ ഐ ആർ എം എസ് എത്രയാ? 20/√2. 20/√2 ഇൻറ്റു സൈൻ ഫൈ. സൈൻ ഫൈ എത്ര തന്നെ? 1/√2. അപ്പൊ 20/√2 ഇൻറ്റു 1/√2 വിച്ച് മീൻസ് 20/2, 10. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വാട്ട് ലെസ് എന്ന് പറയുന്ന ഈ ഒരു ടൈം പഠിച്ചു വെക്കുക. പിന്നെ ഈ പവർ കൺസ്യൂംഡ്, അത് ഇവിടെ മാത്രമല്ല, എ സി സർക്യൂട്ട് എന്നുള്ള പോർഷനിൽ മാത്രമല്ല, വാട്ട് മീറ്ററിന്റെ കേസ്, 3 ഫേസ് വാട്ട് മീറ്റർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 3 ഫേസ് വരുന്ന കേസിലും 3VI എന്ന് പറയുന്ന ഒരു ടേം വരുന്ന സമയത്ത് അതിലും ഇങ്ങനെ ആവറേജ് പവറിന്റെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ആ ചെറിയ ചെറിയ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. നമ്മൾ അറിയാവുന്ന രീതിയിലൊക്കെ എഴുതി വെച്ചാൽ ചിലപ്പോൾ തെറ്റിപ്പോകും. 100 × 20/2 എന്നൊക്കെ അടിച്ചു വെച്ചാൽ വേറെ ഉത്തരവായിരിക്കും. സോ ഇത് നോക്കുക. എ സിയുടെ ഇൻസ്റ്റന്റേനിയസിൽ വരുന്ന ആവറേജ് പവർ കൺസ്യൂംഡ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്തിട്ട് പോവുക.